ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. JR എന്ന കോർപ്പറേറ്റിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വെറും വാർത്തയിൽ ഒതുങ്ങിക്കൂടാൻ എനിക്ക് താല്പര്യമില്ല. 4-5 കൊലകൾക്ക് ശേഷം JR അറസ്റ്റിൽ. ഇത് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരണം. സാർ വയ്ക്കൂ, അറസ്റ്റ് ഉണ്ടായ ഞാൻ വിവരം അറിയിക്കാം. അപ്പോൾ വന്നാ മതി. സ്വാമിക്ക് പോണം. പോവാം, അതിനും വിരോധമില്ല. സർ, ശരവണന്റെ കാര്യം? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ബലി നടക്കാൻ പോവല്ലേ സ്വാമി. ശരവണനാണ് അത് ആദ്യമെങ്കില് ശരവണനോട് ഞാൻ ചോദ്യങ്ങൾ ആവർത്തിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ശരവണൻ ഉണ്ടാവില്ല. JR എന്ന കോർപ്പറേറ്റ് ക്രിമിനലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. മിക്കവാറും ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായേക്കാം. നിരവധി കൊലപാതക കേസുകളിൽ നിന്നും മുൻപ് ഇയാൾ രക്ഷപ്പെട്ടുവെങ്കിലും അവസാനം മിക്കവാറും ഇന്ന് തന്നെ ജീവന്റെ അറസ്റ്റ് ഉണ്ടാവുന്ന പറയുന്നത്. ഇത്രയും വലിയ കേസും അന്വേഷണമൊക്കെ ആവുമ്പോ പോലീസിനെ വെട്ടിച്ച് ഒരിടത്തേക്കും കടക്കാൻ പറ്റില്ല അവന്. പിന്നെ നിയമം തീരുമാനിക്കട്ടെ. കൊലപാതക കേസുകളിൽ നിന്നും രക്ഷപ്പെട്ട ജീവനെ പോലീസ് അറസ്റ്റ് ചെയ്താലും പരിരക്ഷ കിട്ടില്ല. അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവില്ലല്ലോ. അറസ്റ്റ് നടക്കട്ടെ മോളെ. അതിനു പുറകെ രഘു സാറിന്റെ കാര്യം നമുക്ക് പോലീസിൽ അറിയിക്കാം. അന്വേഷണത്തിൽ അവരതും ഉൾപ്പെടുത്തുമല്ലോ, അല്ലേ സുജാതെ? അവന്റെ സംസാരം അനുസരിച്ച് രഘുവേട്ടൻ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും രഘുവേട്ടൻ അവന്റെ ആളുകളുടെ കസ്റ്റഡിയില. അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നിയാൽ രഘുവേട്ടനെ ഉപദ്രവിക്കാനായിരിക്കും അവന്റെ ആദ്യത്തെ തീരുമാനം. എങ്ങനെയെങ്കിലും നമ്മളെ വേദനിപ്പിച്ചല്ലേ പറ്റൂ. നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുമ്പോ തെറ്റ് ചെയ്യാത്തവൻ രക്ഷപ്പെടണമല്ലോ. ഞാനിപ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, എന്റെ ജീവൻ എടുത്തിട്ട് പോലും രഘുവേട്ടനെ രക്ഷിക്കണേന്ന്. ഇനി ഒന്ന് കാണാൻ പോലും എനിക്ക് വിധി ഉണ്ടാവുമെന്നറിയില്ല. പണ്ട് കൂടെ നടക്കുന്നവര് മുഴുവൻ എന്നോട് പറയുമായിരുന്നു, സ്വർഗം പോലെ ഒരു കുടുംബത്തിന്റെ കാവൽക്കാരിയാണ് സുജാത എന്ന്. ഇപ്പൊ അത് മാറി. സുജാത നരകത്തിന്റെ കാവൽക്കാരിയായി, ദുരന്തങ്ങളുടെ കണക്കെടുപ്പുകാരിയായി. അതാണ് വന്ന വ്യത്യാസം. ആർക്കു വേണ്ടി കരയണം, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പോലും അറിയാത്തൊരവസ്ഥ. എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത് ദൈവമേ? ചെല്ലുമോളെ.